ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 474 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ ഓസീസിന് കഴിഞ്ഞിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ 5 വിക്കറ്റുകൾ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. 164 റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കേവലം 3 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സമീപകാലത്ത് വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം ടെസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് എന്ന ബാറ്റർക്കും അതുപോലെ തന്നെ രോഹിത് എന്ന ക്യാപ്റ്റനും ഇപ്പോൾ ഒരുപോലെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. മുൻ ഇന്ത്യൻ താരങ്ങളായിരുന്ന MSK പ്രസാദും അതുപോലെ തന്നെ രവി ശാസ്ത്രിയുമാണ് ഇപ്പോൾ രോഹിത്തിനെ വിമർശിച്ചിട്ടുള്ളത്. ഇതിൽ MSK പ്രസാദ് പറഞ്ഞത് ഇപ്രകാരമാണ്: രോഹിത്തിൻ്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കേണ്ട സമയമാണ് ഇത്. ന്യൂസിലാൻഡിനോട് നമ്മൾ നാണം കെട്ടു. ഇതിന് മുൻപ് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ബാറ്റ് കൊണ്ട് വളരെ മോശം പ്രകടനമാണ് രോഹിത് ഇപ്പോൾ നടത്തുന്നത്. ക്യാപ്റ്റൻസിയും മോശമാണ്. ആദ്യ മത്സരത്തിൽ ബൂംറ മികച്ച രൂപത്തിൽ ടീമിനെ നയിച്ചു. എന്നാൽ രോഹിത് വന്നതോടുകൂടി ടീം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. പല സമയത്തും രോഹിത് സജീവമായി ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു. ഇതാണ് MSK പ്രസാദ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതേസമയം രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെ തന്നെയാണ് രവി ശാസ്ത്രിയും ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത്. 2 സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയിട്ട് അവരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ രോഹിത്തിന് സാധിക്കാതെ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഫീൽഡ് സെറ്റ് ചെയ്ത രീതിയും മോശമായിരുന്നു എന്നും രവി ശാസ്ത്രി ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയയിലും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് രോഹിത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത്. ഇനിയും 3 ദിവസങ്ങൾ കൂടി ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും ഓസീസ് കൂടുതൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ തിരിച്ചുവരവ് ഇനിയുള്ള ദിവസങ്ങളിൽ അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.